ദൃശ്യം തിയേറ്ററിൽ പോയി കണ്ടു ഗായ്സ്, ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. കാണാൻ പോകണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ രാവിലെ ജിമ്മിൽ ക്ലയൻസൊക്കെ ചോദിച്ച് കാണാൻ പോകുന്നില്ലേ എന്തായെന്ന് അറിഞ്ഞൂടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി. 10 മണിക്ക് ടിക്കറ്റ് എടുത്ത് 11 മണീൻ്റെ ഷോയ്ക്ക് ഒന്നും നോക്കാതെ പോയി കയറി. പിന്നെ കണ്ടത് അടിപൊളിയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? ഒരു ആവറേജ് റിവ്യൂ ഞാൻ പറഞ്ഞുതരാം, തീർച്ചയായിട്ടും പോയി കാണുക. ഓക്കെ ഗായ്സ്, പടം ഒരു രക്ഷയില്ല, കലകിയിട്ടുണ്ട് മോഹൻലാൽ. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ പടം ഓടും. നല്ലൊരു ഫാമിലി ത്രില്ലറാണ്, ക്രൈം ത്രില്ലറാണ്. ദൃശ്യം 1ഉം 2ഉം പോലെ തന്നെ കത്തിച്ചിട്ടുണ്ട് ജിത്തു ജോസഫ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് കൊളാക്കുന്നില്ല, ആരുടെയും ഇത് സ്പോയിൽ ചെയ്യുന്നില്ല. എല്ലാവരും മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണുക. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. അതുപോലെ തന്നെ ആ ഒരു ദിവസമാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒന്നും കാണാതെ നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമ അങ്ങ് റിലീസ് ചെയ്യൂലെന്ന് എനിക്കുണ്ടായിരുന്നു. അത് വിചാരിച്ചതുപോലെ തന്നെ കിടിലൻ നല്ല ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗാണെങ്കിലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് കത്തിച്ചിട്ടുണ്ട്, മിന്നിച്ചിട്ടുണ്ട്. അപ്പം മസ്റ്റ് വാച്ചാണ്, എല്ലാവരും പോയി കാണുക. പിന്നെ വേറൊരു കാര്യം, അത് ഞാൻ എന്തായാലും പറയുന്നുണ്ട്, അടുത്ത ദൃശ്യം 4ന് വേണ്ടിയിട്ടുള്ള ഒരു ലീഡും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പോയി കാണുക. ദൃശ്യം 1ഉം 2ഉം കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണ്. അപ്പോൾ ഉറപ്പായിട്ടും പോയി കാണുക. ഓക്കെ.